കുറ്റ്യാടി ചുരത്തിൽ കാട്ടാന. വയനാട് സ്വദേശികളായ കാർ യാത്രക്കാർ രക്ഷപ്പെട്ടത് അത്ഭുതകരമായി. റിയാസ് പകർത്തിയ ദൃശ്യം 24 ലഭിച്ചു. ആദ്യം ആ ദൃശ്യത്തിലേക്ക്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി. വാഹനത്തിന് തൊട്ടടുത്തേക്ക് സുർജിത്ത് ഈ കാട്ടാന എത്തുന്നതിന്റെ ദൃശ്യമാണ് കാണാൻ കഴിയുന്നത്. പിന്നീട് എങ്ങനെയാണ് കാട്ടാനയെ അവിടെ നിന്ന് തിരികെ കാട്ടിലേക്ക് കയറ്റി വിട്ടോ? അനുജ, ഇന്ന് രാവിലെ 6:10 ഈ ഒരു സംഭവം ഉണ്ടായത്. ഈ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് ബന്ധുവിനെ കൂട്ടി മടങ്ങി വയനാട്ടിലേക്ക് എത്തുകയായിരുന്നു റിയാസ്. ഇതിനിടയിലാണ് ചുരം തുടങ്ങുന്ന സ്ഥലത്ത് അവിടെ വെച്ചാണ്, അതായത് വയനാട് ജില്ലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് വെച്ചാണ് ഇങ്ങനെ കാട്ടാന റോഡിൽ നിലയുറപ്പിച്ച് നിന്നിരുന്നത്. ഈ സമയം മറ്റു വാഹനങ്ങൾ വന്നിരുന്നു. അപ്പോൾ റിയാസ് തന്നെയാണ് വാഹനം നിർത്തി പോകരുതെന്ന് മറ്റുള്ളവരോട് ആവശ്യപ്പെട്ടത്. പക്ഷേ ഇതിനിടയിൽ കാട്ടാന തിരിഞ്ഞു വന്ന് വേഗത്തിൽ ആഞ്ഞെടുത്ത് ഇങ്ങനെ ആക്രമിക്കാൻ ഒരുമിടുകയായിരുന്നു. പക്ഷേ അത് നേരെ വന്ന് പതുക്കെ ഈ വാഹനത്തിന്റെ മുൻഭാഗത്തും തട്ടി, അതിനുശേഷം അത് പുറകിലേക്ക് മാറി നേരെ കാട്ടിലേക്ക് കയറി പോവുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് റിയാസ് പറയുന്നത്. എന്തായാലും മറ്റ് പരിക്കുകളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെയില്ല. കാറിന് ചെറിയ രീതിയിലുള്ള തകരാറുണ്ടായിട്ടുണ്ട്. അതൊഴിച്ചാൽ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. കുറ്റ്യാടി ചുരത്തിൽ എങ്ങനെ അപൂർവമായി മാത്രമാണ് സംഭവിക്കാറുള്ളത്. അത്ര വലിയ പ്രശ്നങ്ങളില്ലാത്ത ഒരു ചുരമാണ് ഇത്. പക്ഷേ എന്തായാലും ഇത് അവിചാരിതമായ ഒരു സംഭവമായി പോയിട്ടുണ്ട്. എന്തായാലും ഈ മറ്റ് ചുരങ്ങളെ അപേക്ഷിച്ച് കുറ്റ്യാടി ചുരത്തിൽ പൊതുവെ ഇങ്ങനെ ഈ ആനയുടെ ആക്രമണം ഉൾപ്പെടെയുള്ള വാർത്തകൾ വളരെ കുറവാണ്. പക്ഷേ ഇതിനിടയിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. വയനാട് ജില്ലയോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അനുജ, ശരി, കുറ്റ്യാടി ചുരത്തിലാണ് കാട്ടാന വാഹനത്തിന് നേരെ പാഞ്ഞെടുത്തത്. യാത്രക്കാർക്ക് കുഴപ്പമൊന്നുമില്ല, എല്ലാവരും രക്ഷപ്പെട്ടു.